iPhone 12 ഇപ്പോൾ 2022-ലും ഏറ്റവും നല്ലൊരു ഫോൺ തന്നെയാണ്. അതായത് നിങ്ങൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ വാങ്ങിക്കാൻ നിൽക്കുവാണ്, നിങ്ങൾക്ക് ഒരുപാട് ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള പ്രൈസ് കൊടുക്കാൻ താല്പര്യമില്ല. അതായത് ഇപ്പം iPhone 13 പ്രോയോ അല്ലെങ്കിൽ 13 പ്രോ മാക്സ് അല്ലെങ്കിൽ ഇപ്പോൾ 13 എടുത്താൽ പോലും അതിൻ്റെ പ്രൈസിങ് ഒരുപാട് കൂടി നിൽക്കുകയാണ്. പിന്നെ സാംസങ്ങിൻ്റെ തന്നെ ഗാലക്സി S22 സീരീസിനും അങ്ങനത്തെ പ്രൈസിംഗ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ അത്രയും കൊടുക്കാൻ താല്പര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസും അതേകണക്ക് തന്നെ ഫ്ലാഗ്ഷിപ്പ് രീതിയിലുള്ള ഫീച്ചേഴ്സ് എല്ലാം വേണ്ട ഒരു ഫോണാണ് നോക്കുന്നതെങ്കിൽ iPhone 12 ഇപ്പോഴും അങ്ങനത്തെ ഒരു ഫോൺ തന്നെയാണ്. അതായത് ഈ ഫോൺ ഇറങ്ങിയിട്ട് ഏതാണ്ട് 2 വർഷമായിട്ടുണ്ട്. എന്നാൽ പോലും എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ ഇപ്പോഴും മികച്ച് നിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണ്. അതായത് ഇനി ഒരു 3-4 വർഷത്തേക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിനകത്ത് പെർഫോമൻസ് ഇഷ്യൂസോ അല്ലെങ്കിൽ നമുക്ക് ക്യാമറ പെർഫോമൻസ് ഇഷ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാതെ ഒരു പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ പോകുന്ന ഒരു ഫോൺ തന്നെയാണ്. അതായത് മൊത്തത്തിൽ നമ്മൾ യൂസർ എക്സ്പീരിയൻസ് വെച്ച് നോക്കുവാണെങ്കിൽ ഫീച്ചേഴ്സിനകത്തൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും വരാത്തൊരു ഫോണാണ് ഈ iPhone 12. അതിൽ തന്നെ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ ഇപ്പോഴും ഒരു നല്ല ഡിസ്പ്ലേ തന്നെയാണ്. അതായത് 6.1 ഇഞ്ച് സൈസാണ് വന്നേക്കുന്നത്. അതും OLED പാനലാണ്. ഇതിനകത്ത് നമുക്ക് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഒന്നും കിട്ടത്തില്ല. പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും ഇതിൻ്റെ വ്യൂയിങ് ആംഗിൾസ് എടുക്കുവാണെങ്കിലോ കളേഴ്സും ഷാർപ്നെസ്സും ഒക്കെ എടുക്കുവാണെങ്കിൽ അതൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റിയും അത്യാവശ്യം കൂടുതൽ തന്നെയാണ്. 460 ppi ആണ്. അതായത് നല്ല ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമുക്ക് ഗെയിം കളിക്കണമെങ്കിലോ അല്ലെങ്കിൽ കണ്ടന്റ് കാണണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നെറ്റ് ബ്രൗസിങ്ങോ അല്ലെങ്കിൽ കാഷ്വലായിട്ട് മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഇതിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണ് ഇപ്പോഴും കിട്ടുന്നത്. അതായത് ഞാൻ പറയില്ലേ, നമ്മളിപ്പം ഉള്ള ഏറ്റവും മികച്ച ഫോണായിട്ട് കമ്പയർ ചെയ്താൽ പോലും ഇതിൻ്റെ ഡിസ്പ്ലേക്ക് നമുക്ക് ഇഷ്യൂസ് ഒന്നും പറയാനില്ല. ഇപ്പോൾ നമുക്ക് നോച്ച് വന്നിട്ടുണ്ട്. അതും നോച്ച് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ iPhone 10 ഇറങ്ങിയപ്പോൾ അതേ സെയിം നോച്ച് തന്നെയാണ്. പക്ഷേ ഈ നോച്ച് എന്ന് പറയുന്നത് നമുക്കൊരു ഇഷ്യൂ ആകത്തില്ല. കാരണം നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി കഴിയുമ്പോൾ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. പിന്നെ ഇവിടെ നമുക്ക് ഫേസ് ഐ ഡി വരുന്നതുകൊണ്ട് തന്നെ അൺലോക്കിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അൺലോക്കിംഗ് മെത്തേഡാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു മികച്ച അല്ലെങ്കിൽ ഒരു പുതിയ ടെക്നോളജി എന്നൊക്കെയുള്ള കാര്യം തന്നെയാണ്. അതായത് ഫിംഗർ പ്രിൻറ്റിനെക്കാട്ടിയും എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് അൺലോക്കാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീച്ചർ നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിനകത്തൊക്കെ ഇപ്പോഴും നല്ലോണം തന്നെ നിൽപ്പുണ്ട്. പിന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് ഇപ്പോഴായാലും എനിക്ക് തോന്നുന്നു iPhone 13 കമ്പയർ ചെയ്താൽ പോലും അതിൻ്റെയൊക്കെ ഒപ്പം തന്നെ നിൽക്കുന്ന രീതിയാണ്. അതായത് ഏറ്റവും മികച്ച ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഈ iPhone 12 ഇപ്പോഴും കിട്ടുന്നത്. നമുക്ക് ബാക്കി 2 ക്യാമറ വരുന്നുണ്ട്. രണ്ടും 12 മെഗാ പിക്സൽ ക്യാമറയാണ്. അതിനകത്ത് മെയിൻ ക്യാമറ ഒരു വൈഡ് ആംഗിൾ ക്യാമറയും രണ്ടാമത്തെ ക്യാമറ അതായത് സെക്കൻഡറി ക്യാമറ എന്ന് പറയുന്നത് ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. നമുക്കിവിടെ കിട്ടാത്ത ക്യാമറ ടെലിഫോട്ടോ ക്യാമറയാണ്. പക്ഷേ iPhone 13 സീരീസ് എടുത്താലും 13 പ്രോയും പ്രോ മാക്സും മാത്രമേ ടെലിഫോട്ടോ ക്യാമറ വരുന്നുള്ളൂ. അതും നമുക്ക് ഇവിടുത്തെ ക്യാമറയ്ക്കകത്ത് തന്നെ മെയിൻ ക്യാമറ നോക്കാൻ നേരത്ത് അത് ലോ ലൈറ്റിൽ എടുക്കുന്ന ഫോട്ടോസ് ആണെങ്കിൽ പോലും നല്ല ഷാർപ്നെസ്സും ഡീറ്റെയിലും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫോട്ടോസാണ്. അതും അത് നല്ല ലൈറ്റിങ്ങിലേക്ക് എടുക്കാൻ നേരത്ത് ഇപ്പോൾ ഉള്ള ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് എന്നൊക്കെ തന്നെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ് കിട്ടുന്നത്. അതായത് നമ്മൾ ആ ഫോട്ടോയുടെ കളേഴ്സും ഷാർപ്നെസ്സും അതിനൊക്കെ തന്നെ പ്രോസസ്സിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. അതായത് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഫ്ലാഗ്ഷിപ്പ് ഫോൺ കണക്കിനാണ് കിട്ടുന്നത്. അത് iPhone 13 കമ്പയർ ചെയ്യുവാണെങ്കിൽ മെയിൻ ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോ നല്ലൊരു കണ്ടീഷനിലാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് വ്യത്യാസം പറയാൻ തന്നെ പറ്റത്തില്ല. അതായത് ഏതാണ്ട് ഒരേ കണക്കത്തെ ഫോട്ടോസ് തന്നെയാണ് വരുന്നത്. അത് നമുക്ക് iPhone 13 ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസ് ഇട്ട് ഫോട്ടോയുടെ അപ്രോച്ച് കുറച്ച് മാറ്റാൻ പറ്റും. അങ്ങനത്തെ ഒരു ഫീച്ചർ iPhone 12 കിട്ടുന്നില്ല. പക്ഷേ എന്നാലും നമ്മൾ നോർമൽ സെറ്റിംഗ് ഇട്ടാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ ഈ iPhone 12 എടുക്കുന്ന ഫോട്ടോസ് പ്രത്യേകിച്ചും നല്ല ലൈറ്റിങ്ങിലാണെങ്കിൽ നമുക്ക് വേറെ ഉള്ള ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ക്യാമറ ഫോൺ എന്ന് പറയുന്നതിനകത്ത് പോലും വ്യത്യാസം വരാത്ത രീതിയിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്യാമറയ്ക്കകത്ത് ഫോട്ടോ എടുക്കുന്ന കാര്യത്തിനകത്ത് മെയിൻ ക്യാമറ ഇപ്പോഴും മികച്ച തന്നെ നിൽക്കുകയാണ്. അതിപ്പോൾ ലോ ലൈറ്റിങ്ങിലായാൽ പോലും നല്ല രീതിയിലുള്ള ഫോട്ടോസ് തന്നെ കിട്ടുന്നുണ്ട്. അതും ഇവിടുത്തെ അൾട്രാവൈഡ് ക്യാമറ നോക്കാൻ നേരത്ത് അൾട്രാവൈഡ് ആംഗിൾ ക്യാമറയ്ക്കുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് കുറഞ്ഞ് കഴിയുമ്പോൾ ഫോട്ടോസ് ഒരുപാട് മോശമാവും. പക്ഷേ ലൈറ്റ് ഉള്ളൊരു കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഫീൽഡ് കൂടിയ ഫോട്ടോ എടുക്കാൻ പറ്റും. അതും ആ ഫോട്ടോയ്ക്ക് അത്യാവശ്യം ഷാർപ്നെസ് ഒക്കെ കിട്ടുന്നുണ്ട്. അത് ഈ ഫോണിനകത്ത് ഈ ഫോട്ടോ എടുക്കുന്നതിനെക്കാട്ടിയും മികച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വീഡിയോ റെക്കോർഡിംഗ് തന്നെയാണ്. നമ്മൾ 4K 60 FPS സെറ്റിങ്ങിനകത്ത് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വീഡിയോ തന്നെയാണ് ഈ iPhone 12 ഇപ്പോഴും എടുക്കുന്നത്. അതായത് നമുക്ക് വീഡിയോയ്ക്കകത്ത് സ്റ്റെബിലൈസേഷൻ ഇഷ്യൂ ഇല്ല, പിന്നെ ഷാർപ്നെസ്സിനകത്ത് കുഴപ്പങ്ങളില്ല, കളേഴ്സ് പെർഫെക്റ്റ് ആണ്, അതിനകത്ത് തന്നെ ഫോക്കസിങ്ങിനകത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ iPhone 13 സീരീസ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് കുറച്ചും കൂടെയൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. വീഡിയോ റെക്കോർഡിംഗ് ആയാലും ഫോട്ടോ എടുക്കുമ്പോഴായാലും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിനകത്തും കുറച്ചും കൂടെ ഒരു മികവ് കിട്ടും. പക്ഷേ അതെന്ന് പറയുന്നത് നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. അതായത് നമുക്ക് ഷാർപ്നെസ്സിനകത്തൊക്കെ തന്നെ നമ്മൾ നോർമലായിട്ട് നോക്കാൻ നേരത്തെ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമ്മൾ ഒരു സ്റ്റേബിളായിട്ട് വെച്ച് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇപ്പോഴായാലും iPhone 12 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വീഡിയോ ക്യാമറ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോണാണ്. അപ്പോൾ അതിനൊക്കെ തന്നെയാണ് ഫ്രണ്ട് ക്യാമറയ്ക്കകത്ത് വീഡിയോ റെക്കോർഡിങ്ങിനകത്ത് ബെസ്റ്റ് ആയിട്ട് തന്നെയാണ് iPhone 12 നിൽക്കുന്നത്. അതും നിങ്ങൾക്ക് വ്ളോഗൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ വെച്ച് വ്ളോഗ് എടുക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയുടെയും വീഡിയോ റെക്കോർഡിംഗ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴും മികച്ച തന്നെ നിൽക്കുകയാണ്. പിന്നെ ഫ്രണ്ട് ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസിനകത്ത് അങ്ങനെ ഭയങ്കര പ്രത്യേകതയൊന്നും പറയാനില്ല. പക്ഷേ എന്നാലും നല്ല ഫോട്ടോസ് തന്നെയാണ് എടുക്കുന്നത്. നല്ല ഷാർപ്നെസ് ഉണ്ട്. പിന്നെ പോർട്രേറ്റ് മോഡിട്ട് എടുത്താൽ പോലും അത്യാവശ്യം നല്ല ഫോട്ടോസിനാണ് ഈ ഫ്രണ്ട് ക്യാമറ എടുക്കുന്നത്. ഇതുകൊണ്ടാണ് എനിക്ക് ഇതിൻ്റെ ക്യാമറ സിസ്റ്റം ഇപ്പോഴും ഒരുപാട് ഇഷ്ടപ്പെട്ടേക്കുന്നത്. അതായത് ഇത്രയും കാലം കഴിഞ്ഞിട്ട് പോലും ഈ iPhone 12 ക്യാമറ സിസ്റ്റം ഇപ്പോഴും നല്ലോണം തന്നെ നിൽക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു 2-3 വർഷത്തേക്കും ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആവാൻ സാധ്യതയില്ലാത്തൊരു ക്യാമറ തന്നെയാണ്. അതിനൊക്കെ തന്നെ ഔട്ട്ഡേറ്റഡ് ആവാത്ത വേറൊരു കാര്യം എന്ന് പറയുന്നത്, അത് നിങ്ങൾ പേടിക്കേണ്ടാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പെർഫോമൻസ് ആണ്. അതായത് ഈ ഫോൺ ഇപ്പോൾ ഉപയോഗിച്ചാലും ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് തന്നെ കിട്ടുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആപ്പിൾ A14 ബയോണിക് ചിപ്പിൻ്റെ പെർഫോമൻസ് ഇപ്പോഴും ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. അതായത് നമ്മൾ ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രൊസസ്സറുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ പോലും ഇതിനൊരു കുഴപ്പമില്ല. അതായത് അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെർഫോമൻസിൻ്റെ കാര്യത്തിന് അതൊട്ടും പേടിക്കേണ്ട. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
പെർഫോമൻസിൻ്റെ കൂടെ തന്നെ സോഫ്റ്റ്വെയർ സപ്പോർട്ടും ഈ ഫോൺ ഒരുപാട് കാലം കിട്ടുകയും ചെയ്യും. അതായത് ഇനി മിനിമം ഒരു 4 വർഷത്തേക്കും കൂടെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഫോണാണ് ഈ iPhone 12. അത് ഇവിടുത്തെ പ്രൊസസ്സർ കൊണ്ട് മാത്രമല്ല, ഇവിടെ റാം 4GB ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് iOS ഒരുപാട് റാം വേണ്ടാത്തൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത്ര നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഫോൺ എന്ന് പറയുന്നത് നല്ല ഹെവി യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചൂടാവുന്ന ഒരു കാര്യം കാണാൻ പറ്റും. അപ്പോൾ അത് എല്ലാ ഫോൺസിനും ഉള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഈ ഫോണിനും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അല്ലാത്ത രീതിയിലൊന്നും അല്ല വരുന്നത്. അതായത് ഇവിടെ ഭയങ്കര നല്ല കൂളിംഗ് സിസ്റ്റം അങ്ങനെയൊന്നും അല്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. പക്ഷേ പെർഫോമൻസ് പരമായിട്ട് നിങ്ങൾക്ക് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അത് ഇപ്പോഴായാൽ പോലും അല്ലെങ്കിൽ ഇനി കുറച്ച് വർഷത്തേക്ക് മുമ്പിലേക്ക് എടുത്താലും ഇത് സ്ലോ ആവുന്ന കാര്യമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെർഫോമൻസ് ഇഷ്യൂസ് വരുന്ന ഒരു ഫോണായി മാറത്തില്ല ഈ iPhone 12 എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ബാറ്ററി ബാക്കപ്പിലേക്ക് പോകാൻ നേരത്ത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2815 mAh ആണ്. അതായത് ഒരുപാട് കപ്പാസിറ്റി കൂടിയ ഒരു ബാറ്ററി ഒന്നും അല്ല. അത് ഇപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷം, അതായത് നിങ്ങളിപ്പം ഒരു പഴയ യൂണിറ്റ് സെക്കൻഡ് ഹാൻഡ് യൂണിറ്റ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ അന്നേരം ബാറ്ററി ബാക്കപ്പ് ഭയങ്കര ബെസ്റ്റ് ഒന്നും ആയിരിക്കത്തില്ല. അതായത് ഇപ്പോൾ എൻ്റെ യൂണിറ്റ് എടുക്കാൻ നേരത്ത് തന്നെ എനിക്ക് അങ്ങനെ ഭയങ്കര ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നില്ല. ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ റേഞ്ചിലൊക്കെയാണ് സ്ക്രീൻ ഓൺ ടൈം വരുന്നത്. അത് ഈ 6 മണിക്കൂർ എന്നൊക്കെ പറയുന്നത് നല്ല ലൈറ്റ് യൂസ് ആണെങ്കിലാണ്. അത്യാവശ്യം ഹെവി യൂസ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെക്കാട്ടിയും കുറഞ്ഞ സ്ക്രീൻ ഓൺ ടൈം ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ദിവസത്തേക്കൊക്കെ ബാറ്ററി ബാക്കപ്പ് എന്തായാലും കിട്ടും ഒരു പുതിയ യൂണിറ്റ് ആണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ രീതിയിൽ കൊള്ളാം. പക്ഷേ ബാറ്ററി ബാക്കപ്പിനകത്ത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയില്ല, തിരക്കേടില്ലാത്തൊരു ബാറ്ററി ബാക്കപ്പ് ഇപ്പോഴും കിട്ടുന്നുണ്ട്. അതും ബാറ്ററിക്കകത്ത് പക്ഷേ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ചാർജിങ് എടുക്കാൻ നേരത്ത് തന്നെ ഈ ഫോണിൻ്റെ കൂടെ നമുക്ക് ചാർജിങ് ബ്രിക്ക് കിട്ടത്തില്ല, ചാർജിങ് കേബിൾ മാത്രമേ കിട്ടൂ. അത് നമ്മൾ 20 watt ഫാസ്റ്റ് ചാർജർ വെച്ച് ചാർജ് ചെയ്താലും ബാറ്ററി ഹെൽത്തിന് ഒരുപാട് പ്രശ്നങ്ങളൊന്നും വരുന്നില്ലായിരുന്നു. അതും അങ്ങനെ ചാർജ് ചെയ്യാൻ നേരത്ത് നമുക്ക് അത്യാവശ്യം സ്പീഡായിട്ട് തന്നെ ചാർജായി കിട്ടുന്നുണ്ട്. നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങിനകത്ത് തന്നെ 20 watt ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ല. പക്ഷേ ആൻഡ്രോയിഡ് ഫോൺസ് എടുക്കാൻ നേരത്ത് ഒരുപാട് സ്പീഡായിട്ടുള്ള ചാർജേഴ്സും ചാർജിങ് സപ്പോർട്ടുള്ള ഫോൺസും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കിട്ടുന്നില്ല. പക്ഷേ ഇവിടെ വേറൊരു കാര്യം കിട്ടുന്നുണ്ട്, മാഗ് സേഫ് ചാർജിങ് കിട്ടുന്നുണ്ട്. അതൊരു വയർലെസ് ചാർജിങ് തന്നെയാണ്. അതായത് നമുക്ക് മാഗ്നറ്റ് വെച്ചുള്ള ഒരു വയർലെസ് ചാർജിങ് ആണ്. അപ്പോൾ നോർമൽ വയർലെസ് ചാർജിങ് നമുക്ക് ഉപയോഗിക്കാം, അതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാഗ് സേഫ് ചാർജിങ് ഉപയോഗിക്കാം. അപ്പോൾ മാഗ് സേഫ് ചാർജിങ് ടെക്നോളജി ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള വയർലെസ് ചാർജിങ് ആണ്. അതായത് നമുക്ക് സാധാരണ വയർലെസ് ചാർജിങ്ങിനകത്ത് നമ്മൾ അലൈൻ ചെയ്തൊക്കെ വെക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മാഗ്നറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി കറക്റ്റായിട്ട് ഒട്ടി പിടിച്ചിട്ട് ആ ചാർജിങ് സ്റ്റാർട്ട് ആയിക്കോളും. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു ഫ്ലാഗ്ഷിപ്പ് ഫീച്ചറാണ്. അതിപ്പോൾ iPhone 12 തൊട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു ഫീച്ചർ ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഫ്ലാഗ്ഷിപ്പ് ഫീച്ചേഴ്സ് പറയാൻ നേരത്ത് IP റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല IP റേറ്റിംഗ് ആണ് കിട്ടുന്നത്. 30 മിനിറ്റത്തേക്ക് 6 മീറ്റർ ഡെപ്തിലേക്കുള്ള വാട്ടർ റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നല്ല റേറ്റിംഗ് ആണ്. അപ്പോൾ അത് നമുക്ക് ഫ്ലാഗ്ഷിപ്പ് ഫീച്ചറായിട്ട് തന്നെ കണക്കാക്കാം. പിന്നെ അതിലൂടെ തന്നെ 5G സപ്പോർട്ട് ഈ ഫോണിന് വരുന്നുണ്ട്. അപ്പോൾ 5G സപ്പോർട്ട് എടുക്കാൻ നേരത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ബാൻഡ് ഇല്ലെങ്കിലും അത്യാവശ്യം വേണ്ട ബാൻഡ്സ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇന്ത്യയിൽ 5G ലോഞ്ച് ആവുന്ന സമയം വരാൻ നേരത്ത് തന്നെ ഈ ഫോൺ എന്ന് പറയുന്നത് ആ സമയത്തും ഇത് ഔട്ട്ഡേറ്റഡ് ആവാൻ സാധ്യതയില്ലാത്തൊരു ഫോൺ തന്നെയാണ്. പിന്നെ ഡിസൈൻ്റെ കാര്യത്തിനകത്ത് തന്നെ ആപ്പിളിൻ്റെ പുതിയ ഡിസൈൻ തീം തന്നെയാണ് ഈ ഫോണിൽ കിട്ടിയിരിക്കുന്നത്. അതായത് iPhone 12 തൊട്ടാണ് ഡിസൈൻ സ്കീം മാറിയത്. അതായത് നമുക്ക് ഫ്ലാറ്റ് സൈഡ്സ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. അതും കളേഴ്സ് എടുക്കാൻ നേരത്ത് തന്നെ അത്യാവശ്യം നല്ല കളേഴ്സൊക്കെ തന്നെ ഉണ്ട് ഈ ഫോണിന്. എനിക്ക് ബ്ലൂ കളറായിരുന്നു ആദ്യം എടുത്ത സമയത്ത് ഇഷ്ടം. പക്ഷേ ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കളർ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഔട്ട്ഡേറ്റഡ് ആയ രീതിയാണ്. പക്ഷേ എന്നാലും ബാക്കിയുള്ള കളർ ഓപ്ഷൻസ് നല്ലതാണ്. അപ്പോൾ ഡിസൈൻ എടുക്കുമ്പോൾ തന്നെ ഡിസൈനും പ്രശ്നങ്ങളൊന്നുമില്ല. ഡിസൈനിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും നോക്കിയാലും ഗ്ലാസ് വരുന്നുണ്ട്. അതും ഫ്രണ്ടിൽ നമുക്ക് സെറാമിക് ഷീൽഡാണ് വന്നേക്കുന്നത്. അപ്പോൾ സ്ട്രോങ്ങസ്റ്റ് ഗ്ലാസ് എന്നൊക്കെയാണ് ആപ്പിൾ പറയുന്നത്. അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് വലിയ ഉറപ്പില്ല. പക്ഷേ എന്നാലും നമ്മളൊരു സ്ക്രീൻ ഗാർഡൊക്കെ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഫോൺ വേറെ കുഴപ്പമൊന്നും വരത്തില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രീമിയം ഫീൽ ഉള്ള ഒരു ഡിസൈൻ തന്നെയാണ്. നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ല ഫ്രെയിമെങ്കിലും നമുക്ക് അലുമിനിയം ഫ്രെയിം കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് മെറ്റൽ ഫ്രെയിമാണ്. പിന്നെ മൊത്തത്തിൽ ഈ ഫോൺ പിടിക്കാൻ നേരത്ത് തന്നെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയും തോന്നുന്നുണ്ട്. ഇപ്പോൾ വെയിറ്റ് കുറഞ്ഞിരിക്കുവാണെങ്കിലും ആ ഒരു ക്വാളിറ്റിക്ക് അതൊന്നും ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. അതായത് നമുക്ക് ഡിസൈൻ പരമായിട്ടും ഇപ്പോഴും കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇറങ്ങുന്ന ഐഫോൺസിൻ്റെ അതേ ഡിസൈൻ ഫോമാറ്റ് തന്നെയാണ് ഇതിന് ഉപയോഗിച്ചേക്കുന്നത്. അതായത് ഇതിൽ നിന്നാണ് ആ ഒരു ഡിസൈൻ ചേഞ്ച് വന്നേക്കുന്നത്. അതും നമുക്ക് ഈ ഫ്ലാറ്റ് സൈഡ് ഇനി മാറാൻ കുറേ കാലം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിസൈനും അങ്ങനെ അധികം ഔട്ട്ഡേറ്റഡ് ആവാത്തൊരു ഡിസൈൻ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് iPhone 12 ഇപ്പോൾ 2022 നോക്കിയാലും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അത് നിങ്ങൾക്ക് നല്ല ഡീലിൽ കിട്ടുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഇനി നമുക്ക് അടുത്ത 14 സീരീസ് ഐഫോൺസ് ഇറങ്ങാൻ നേരത്ത് ഇതിൻ്റെ പ്രൈസിങ് ഇനിയും കുറയാം, അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് ഹാൻഡ് യൂണിറ്റൊക്കെ നല്ലോണം പ്രൈസ് ഡ്രോപ്പ് വരാം. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും iPhone 12 നല്ല അട്രാക്റ്റീവ് ഒരു ഓപ്ഷനായിട്ട് നിൽക്കുകയാണ്. അത് നിങ്ങൾ ഇപ്പോൾ എടുത്താലും നമുക്ക് 2-3 വർഷത്തേക്ക് ഒരു കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഫോൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ എന്ന് പറയുന്നത് ഇപ്പോഴായാലും റെക്കമെൻഡ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല, തന്നെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.